അല്ല എന്ത് പറ്റി? എത്ര നേരം നീ എന്റെ ബുള്ളറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടും? നിന്നെ ഞാൻ ഇന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഈ ജമ്പിംഗ് ജാക്കിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് തലയും കുത്തി താഴെ വീണ ചട്നി ആകുമ്പോൾ അപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും തലയിടരുതെന്ന് മനസ്സിലാക്കും. എത്ര സന്തോഷകരമായ കാര്യമല്ലേ? ക്വീനിന്റെ ട്രെയിൻ നമ്മുടെ സൺസിറ്റി വഴിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ക്വീനിന് കൊടുക്കാൻ ഈ ഫ്ലവർ കൊണ്ടുവന്നിരിക്കുക. ഇത് കൊടുക്കാനുള്ള ഫ്ലവർ അല്ല, ഇത് കഴിക്കാനുള്ള ഫ്ലവർ ആണ്. അത് നീ പറഞ്ഞ ശരിയാ. ഞാനും അത് തന്നെ ആലോചിച്ചത്. ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് എന്താ വിശപ്പ് തോന്നുന്നത്. അപ്പൊ ഇതൻ കഴിച്ചോട്ടെ. ഞാൻ ചെന്ന് വേറെ ഫ്ലവർ മേടിച്ചോണ്ട് വരാം. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണാ. ഗുഡ് മോർണിംഗ്. എന്താ മോനെ നിനക്ക് വേണ്ടത്? ഞാൻ എന്തെങ്കിലും ചോദിക്കാവുന്നതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എടാ കുട്ട, നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്തോ ഒരു കാര്യം എന്റെ കയ്യിൽ നിന്നും വേണം. പറഞ്ഞോ, എന്താ വേണ്ടത്? ആക്ച്വലി എനിക്കിപ്പോ ആവശ്യം എന്തെങ്കിലും കഴിക്കാൻ വേണമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ക്വീനിന് കൊടുക്കാൻ ഒരു ഫ്ലവർ വേണം. ഒരു ഫ്ലവറോ? അത്രേ ഉള്ളോ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇതൊന്നു പിടിച്ച കുട്ട, ഞാൻ ഇപ്പൊ തന്നെ അതിനെ ഏർപ്പാടാക്കാം. ടെമ്പോ അണ്ണാ, എനിക്ക് വേണ്ടത് ഫ്ലവർ ആണ്, സീഡ്സ് അല്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ സൂപ്പർ സീഡിന്റെ പവർ ഒന്ന് നോക്ക്. ഇന്ന കുട്ട പിടിച്ചോ. നീ എന്നോട് ഫ്ലവർ അല്ലേ ചോദിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി ഒരു മിനി ഗാർഡൻ തയ്യാറാക്കി തന്നിരിക്കുകയാണ്. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. പൂവിൽ തേനെടുക്കാൻ വരുന്നത് വണ്ടാണ്. ടോണി ബോസ് ഒരു മണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. മാറി പോടാ. ഇനി അവിടെ ഇരിക്കാൻ പോകുന്നത് ഞാനാണ്. ഹേ ഹേ ഹേ. എല്ലാം ശരിയാണ്, പക്ഷേ ഒരു ചെറിയ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. എന്താ സുഖല്ലേ? ഗുഡ് മോർണിംഗ് കീക്കോ. എല്ലാം ശരിയാണ്, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ മേയർ അങ്കിൾ, എന്തെങ്കിലും സംഭവിച്ചോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇനി പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്കിൾ, ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ കൺഫ്യൂസ്. അങ്കിൾ, കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ജിലേബി പോലെ എന്തിനാ ഇങ്ങനെ ചുറ്റി വളച്ച് കാര്യങ്ങൾ പറയുന്നത്? ജിലേബി എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരുപാട് വിശക്കുന്നുണ്ട്, ഞാനൊരല്പം കഴിച്ചോട്ടെ. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. എന്താണ് കാര്യമെന്ന് തുറന്നു പറയൂ. അതെ അതെ കീക്കോ, അതെന്താന്ന് വെച്ചാൽ ക്യൂനിന്റെ ഈ ട്രെയിൻ നമ്മുടെ സൺസിറ്റി കഴിഞ്ഞ് പോകാൻ പോകുകയാണ്. അതിൽ നീല കളർ വേഗണിൽ ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ വിഷമിക്കാൻ എന്താണുള്ളത്? എന്റെ ഭയത്തിന് കാരണം ട്രെയിൻ നമ്മുടെ സിറ്റി ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും ആ സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റിയാലോ? പിന്നെ നമ്മുടെ ടോട്ടൽ സൺസിറ്റിക്കും അത് അപമാനമാവില്ലേ? നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട അങ്കിൾ. ഞാനിവിടെ ഉള്ളപ്പോ ആ സ്വർണം ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൺസിറ്റിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ആരും തന്നെ ഇല്ലല്ലോ. ഇങ്ങനെ അടിച്ചു മാറ്റാനൊക്കെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ ആണ്. മമ്മിയെ, ഒരുപക്ഷെ ആരെങ്കിലും അത് അടിച്ചു മാറ്റിയാലോ? ഇല്ല അങ്കിൾ, ആ സിഗ്നൽ സൺസിറ്റിയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. ക്വീൻ വരുന്ന ട്രെയിനിന്റെ ഡയറക്ഷനിൽ നിന്നല്ല. ഞാൻ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു അറ്റാക്ക്. ഗുഡ് മോർണിംഗ് ജമ്പിംഗ് ജാക്ക്. എടാ കുട്ടാ, നീ മര്യാദയ്ക്ക് വഴി മാറി നിൽക്ക്. ജമ്പിംഗ് ജാക്ക്, നിങ്ങൾ ഇങ്ങനെ സ്വർണം മോഷ്ടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ഇത് തിരികെ വെച്ചിട്ട് ചെയ്ത തെറ്റ് മാറ്റി ശരിയാക്കും. അത് ശരി. അപ്പൊ നീ ജമ്പിംഗ് ജാക്കിനെ തന്നെ പേടിപ്പിക്കുകയാണോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പേടിപ്പിക്കുകയല്ല, റിക്വസ്റ്റ് ചെയ്യാണ് ജമ്പിംഗ് ജാക്ക്. പ്ലീസ് അനുസരിക്കൂ. എന്നാ ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം എന്നൊന്ന് പിടിച്ചു കാണിക്ക്.
എടാ ചക്ക, നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോ ഞാൻ റണ്ണിങ് ചാമ്പ്യൻ ആയിരുന്നു. നീ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയത്? ഇങ്ങനെ തന്നെയാണ്. അത് ശരി, നീ എന്നോടാണല്ലേ കളി. ഇപ്പൊ നീ എന്റെ ബൂട്ട്സിന്റെ പവർ കാണാൻ പോവാ. ഓടി 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 എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. ഇതിപ്പോ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അൺബിലീവബിൾ. എന്റെ ദൈവമേ, ഇത്ര പൊക്കത്തിലുള്ള ജമ്പ് ചെയ്ത് കണ്ടപ്പോ എനിക്ക് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ജമ്പിംഗ് ജാക്കിന്റെ ഈ കളി അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ജമ്പിംഗ് ജാക്കിനെ ഫോളോ ചെയ്യണം. അയാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചെടുക്കണം. ഡോണ്ട് വറി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു നിന്റെ സൂപ്പർ സ്പീഡോ. ദാ പോകുന്നു ജമ്പിംഗ് ജാക്ക്. കമോൺ സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. വീണ്ടും ജമ്പിംഗ് ജാക്ക്. ജംപ് ചെയ്യാനായിട്ട് തറയിൽ കാല് കുത്തുമ്പോൾ നീ ഫോർമുല നമ്പർ 49 ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കേ കീക്കോ, ഇപ്പോ തന്നെ ഞാൻ 49 ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ജമ്പിംഗ് മാത്രമല്ല, അവന് നടക്കാൻ പോലും പറ്റില്ല. Let's go for Formula 49. Everything will be fit and fine. Jumping jack, oh jumping jack. Nothing now can hold us back. When it's time to come down, we will surely make you frown. Don't think we are any less. Together we're the very best. Jumping jack, come bouncing back. We are ready to attack. എനിക്ക് തോന്നുന്നത് ജമ്പിംഗ് ജാക്കിനെ പിടിക്കണമെങ്കിൽ വേറെ ഒരു സെറ്റപ്പിൽ പ്ലാൻ ചെയ്യണം. നിന്റെ ഈ കളിക്കൊക്കെ ഉണ്ടല്ലോ, നീ ഒരുപാട് വിഷമിക്കും. കീക്കോ, നീ ചെന്ന് അവരെ രക്ഷിക്ക്. ഞാൻ ചെന്ന് ടിങ്കിളിനെ വിളിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, എനിക്ക് ഇപ്പോഴാ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ എന്റെ ഭയം അങ്ങനെ ഇല്ലാതാക്കുന്നത്. എന്റെ ദൈവമേ, കയറ് അറ്റുപോകുന്ന തോന്നുന്നു. കീക്കോ, വേഗം എന്നെ രക്ഷിക്ക്. താങ്ക് യു സൂപ്പർ സ്പീഡോ. ഞാനിന്ന് നിനക്കൊരു സൂപ്പർ പാർട്ടി തരാം. വാ സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമുക്ക് ചെന്ന് ജമ്പിംഗ് ജാക്കിനെ പിടികൂടാം. വേണ്ട കേക്കോ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. ജമ്പിംഗ് ജാക്ക് അത് നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് വിട്ടിട്ടാ പോയിരിക്കുന്നത്. അത് കൊള്ളാലോ. ഏത് സാധനമാണോ അവൻ കൊള്ളയടിക്കാൻ വന്നത് അതവൻ വിട്ടിട്ട് പോയെന്നോ? ഈഷ്, എന്റെ പേര് കേട്ടപ്പോ തന്നെ ആ കള്ളൻ ഓടി ഒളിച്ചു. ഒരു കാര്യം അറിയുമോ, ഒരു ദിവസം ഒരു കള്ളനെ എടുത്തിട്ട് ഞാൻ പെരുമാറി കളഞ്ഞു. അവൻ മയിലായി പോയി. സത്യമാണോ അങ്കിൾ? പിന്നല്ലാതെ. ഒരു പക്ഷെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. അപ്പാ പറഞ്ഞത് കള്ളാണല്ലേ? കലക്കി സാറേ, ടിക്കറ്റ് എടുക്കാതെ തന്നെ ഒരു ഗ്രൗണ്ടിനകത്ത് എങ്ങനെ കയറണമെന്ന് അതൊക്കെ നിങ്ങളെ കണ്ടു പഠിക്കണം സാർ. ഞാൻ ഇതൊന്ന് എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഗുഡ് മോർണിംഗ് ചട്പട്ട് അങ്കിൾ. അല്ല, നിങ്ങൾ ഇന്ന് ഭയങ്കര ധൃതിയിലാണല്ലോ. കാരണം ചട്ടം പിത്തരം കാണിക്കുന്നവരെ തട്ടി താഴെയിടേണ്ട സമയമായി. അതാണ് ഞാൻ ഓടിയെത്തിയത്. എന്താ?
അതായത് സാറ് പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഇപ്പോഴാണ് ആരോ വളരെ ഉയരത്തിൽ ചാടി പോകുന്നത് കണ്ടത്. റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തേക്കാണ് അത്ര പോയത്. ഓ നോ, എന്ന് വെച്ചാൽ ഇത് അവന്റെ അഭ്യാസം തന്നെയാണ്. ജമ്പിംഗ് ജാക്ക് നമ്മളെ ചെറിയ മോഷണത്തിൽ അകപ്പെടുത്തിയിട്ട് വലുതായിട്ട് അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. മമ്മി, അവൻ എന്തൊരു വലിയ കൈയായിരുന്നു. ട്രെയിനിന്റെ കോച്ചിനെ പോലെ വലുത്. അതായത് വരാൻ പോകുന്ന ക്വീനിന്റെ ട്രെയിനിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാന്ന് വിചാരിച്ചിരിക്കുക. കിഗോ, ഈ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ മോഷണം എങ്ങനെങ്കിലും തടയണം, അല്ലെങ്കിൽ സൺസിറ്റിയുടെ പേര് മോശമായി പോവും. ഞാൻ അവരെ എല്ലാവരെയും പറ്റിച്ചു. അവരെല്ലാവരും ആ ചെറിയ മോഷണത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ഞാൻ ഇവിടെ റിലാക്സ് ആയിട്ട് ആ ട്രെയിനിൽ വരുന്ന സ്വർണം മൊത്തം അടിച്ചു മാറ്റും. ട്രെയിൻ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. സ്വർണം മുഴുവൻ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. പ്ലീസ് എന്നെ അങ്ങ് വിട്ടേക്ക്. ഓക്കെ, വിട്ടേക്കാം. എന്നപ്പോ ഓടി പോയിക്കോ. വേണ്ട വേണ്ട വേണ്ട, എന്നെ വിടല്ലേ. കൊള്ളാമല്ലോ, നീയല്ലേ പറഞ്ഞത് വിടാൻ, പിന്നെന്താ ഇപ്പൊ പറയുന്നത് വേണ്ടാന്ന്? ആ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. സ്വർണം മൊത്തവും അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സ്വർണം എവിടെ പോയി? കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് സ്വർണം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുന്നവനോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഇതിലും കൂടുതൽ ആ ചക്കനെ വിട്ടുവെച്ചാൽ പറ്റില്ല. ഒറ്റയടിക്ക് അവന്റെ കഥ തീർക്കണം. അവന്മാരിത് എങ്ങോട്ടാ പെട്ടെന്ന് പോയത്? എന്നോടാണല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കളി. രണ്ടുപേരെയും ഞാൻ കബാബാക്കി കളയും. സൂപ്പർ സ്പീഡോ, ജമ്പിംഗ് ജാക്കിന്റെ എല്ലാ പവേഴ്സും അവന്റെ ബൂട്ട്സിലാണുള്ളത്. ഫോർമുല നമ്പർ 42 അപ്ലൈ ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 42. അവന്റെ സ്റ്റീൽ ബൂട്ട്സ് ഫയർ പ്രൂഫ് ആണെന്ന് തോന്നുന്നു. ഇനി ട്രാക്കിൽ വരുന്ന ട്രെയിനിനെ നിങ്ങൾ എങ്ങനെയാ തടഞ്ഞു നിർത്തുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മളിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റൂ സൂപ്പർ സ്പീഡോ. ഒരു പക്ഷേ സിഗ്നൽ കണ്ടില്ലെങ്കിൽ ട്രെയിൻ ഫുൾ സ്പീഡിൽ മുന്നോട്ട് പോകും. പിന്നെ ആക്സിഡന്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തേക്ക്. നീ വേഗം ചെന്ന ട്രെയിനിനെ രക്ഷിക്ക്. അതിനുള്ളിൽ ഞാൻ ജമ്പിംഗ് ജാക്കിനെ ഡീൽ ചെയ്യാം. ഓക്കെ കീക്കോ. ഇപ്പൊ ശരിക്കും അവന്മാര് കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നേ. വരൂ ജമ്പിംഗ് ജാക്ക്, നമുക്ക് ഓടിപ്പിടിച്ച് കളിക്കാം. ട്രെയിൻ വേഗം നിർത്തൂ. ഫ്രണ്ടിൽ കാണുന്ന സിഗ്നൽസിൽ പ്രശ്നമുണ്ട്. എമർജൻസി ബ്രേക്ക് ഓൺ ചെയ്യൂ. വേഗം ചെയ്യൂ. അല്ല, എന്ത് പറ്റി? എത്ര നേരം നീ എന്റെ ബുള്ളറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടും?
നിന്നെ ഞാൻ ഇന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഈ ജമ്പിംഗ് ജാക്കിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് തലയും കുത്തി താഴെ വീണ ചട്നി ആകുമ്പോൾ അപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും തലയിടരുതെന്ന് മനസ്സിലാക്കും. ഈച്ചയെ പോലെ ഈ കാർ വീണ്ടും എന്നെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണല്ലോ. ഇതിൽ കൂടുതൽ നമ്മൾ ജമ്പിംഗ് ജാക്കിനെ വിട്ടുവെച്ചാൽ പ്രശ്നങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇനി എന്ത് ചെയ്യും? അതെ, ജമ്പിംഗ് ജാക്കിനെ തളിക്കാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നീ ആദ്യം ഫോർമുല നമ്പർ 74 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ഫോർമുല നമ്പർ 74 ആക്ടിവേറ്റിംഗ്. ജമ്പിംഗ് ജാക്ക്, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ആ ബൂട്ട്സ് റിമൂവ് ചെയ്തിട്ട് ഞങ്ങളോട് സറണ്ടർ ആയേക്ക്. ഓ എടാ കൊച്ചനെ, നിന്റെ ഈ കളിയൊക്കെ കൊള്ളാം. പക്ഷെ നിനക്കെന്റെ ബൂട്ട്സിന്റെ ഒറിജിനൽ പവറിനെ പറ്റി അറിയില്ല. കാണിച്ചു തരാം. എന്റെ ജോലി നീ ഇപ്പോഴും വീണ്ടും എളുപ്പമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീകോ? ജമ്പിംഗ് ജാക്ക് ടോട്ടൽ വാഗനെയും പൊക്കിക്കൊണ്ടു പോവുകയാണ്. അവൻ അങ്ങനെ രക്ഷപ്പെട്ടോടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അടുത്ത ജമ്പിന് വേണ്ടി അവൻ തറയിൽ കാലുകുത്തുമ്പോൾ ഞാൻ എന്റെ സൂപ്പർ കിക്കിന്റെ പവർ അവന് കാണിച്ചു കൊടുക്കും.
മെഡൽ നിങ്ങളുടെ വീരധീര സാഹസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കള്ളന്റെ കയ്യിൽ നിന്ന് എന്റെ സ്വർണം സംരക്ഷിച്ച് നീ എനിക്ക് വളരെ വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. മേ ഗോഡ് ബ്ലെസ് യു. Yeah.